2018 മഹാപ്രളയം, അതിൽ ദിവസങ്ങൾ നീണ്ടു നിന്ന മഴ, ഒരു പർട്ടിക്കുലർ പീരീഡിൽ കിട്ടിയ മഴ, അത് നമുക്ക് ആ കാലയളവിൽ കിട്ടുന്നതിൻ്റെ പല മടങ്ങായിരുന്നു, സാധാരണഗതിക്ക് കിട്ടുന്നതിൻ്റെ പല മടങ്ങായിരുന്നു. അതുപോലെ ഡാമുകളുടെ സംഭരണശേഷിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ 2018 പ്രളയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് പെയ്യുന്ന ശക്തമായ മഴ മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ഒരു ഉദാഹരണമായിട്ട് എടുത്തത്, കോഴിക്കോട് പല ഭാഗങ്ങളിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചുഴലിക്കാറ്റുകളെ കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ ആ വിധത്തിൽ എന്താ പറയുക, നമ്മൾ നേരത്തെ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഏത് ആഘാതമാണോ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ മാറ്റത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അതിന് വേറൊരു ടേൺ ഉണ്ടായി വരുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാറ്റിൻ്റെത് മറ്റൊരു വിഷയമാണ്. പക്ഷെ അന്ന് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ മഴ ലഭിച്ചു. അതിന് കുറച്ച് അന്തരീക്ഷ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് 2018 നമുക്ക് ഒഡീഷയ്ക്ക് സമീപം ഒരു ശക്തമായിട്ടുള്ള ഒരു ന്യൂനമർദ്ദം ഉണ്ടായി, കാറ്റിന്റെ ശക്തി കൂടി. അതുപോലെ 3-4 പ്രതിഭാസങ്ങൾ ഒന്നിച്ചു വന്നതുകൊണ്ടായിരുന്നു അന്നത്തെ ഒരു പക്ഷെ ഇന്നുണ്ടായതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റൊന്നുമല്ല, ഒരു പ്രദേശത്ത് മാത്രം കേന്ദ്രീകരിച്ചൊരു മഴ പെയ്യുന്നു എന്നുള്ളതാണ്. ആ മഴക്ക് അവിടെ ശക്തമായി തുടരാനുള്ള അന്തരീക്ഷ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രദേശത്തുള്ള ഒരു ഉരുൾപൊട്ടൽ, ആ ഉരുൾപൊട്ടലിനെ തുടർന്ന് ആ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു വാസ്റ്റ് ആയിട്ട് ഒരു ജില്ലയോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം മൊത്തത്തിലോ ബാധിക്കാം. ചിലപ്പോൾ ഒരു പ്രദേശത്തെ മാത്രം ബാധിച്ചേക്കാം, ഒരു ജില്ലയെ മാത്രം ബാധിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു താലൂക്കിനെ മാത്രം ബാധിച്ചേക്കാം. പക്ഷെ ഇതിനൊക്കെ നമുക്ക് നേരിടാനുള്ള ഒരു സംവിധാനം വേണമെങ്കിൽ നമ്മൾ അതായത് കാലാവസ്ഥ പ്രവചനമാണെങ്കിലും ദുരന്ത നിവാരണ സംവിധാനങ്ങൾ, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, താലൂക്ക് അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട്. നമുക്കിപ്പോ കാലാവസ്ഥാ വകുപ്പിനാണെങ്കിൽ ഒരു ജില്ലാ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നറിയിപ്പ് നൽകുന്നത്. പക്ഷെ അത് താലൂക്ക് അടിസ്ഥാനത്തിലേക്ക് മാറേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഒരു പ്രദേശത്ത് മാത്രം ദുരന്തം ഉണ്ടായാൽ അത് എത്രത്തോളം ആഘാതം ഉണ്ടാവും എന്നുള്ളത് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു. കാരണം ഈ കവളപ്പാറയിലാണെങ്കിലും കഴിഞ്ഞ 2019 കവളപ്പാറയിൽ ഉണ്ടായ ഉരുൾപൊട്ടലും അതുപോലെ പുത്തുമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലും ഇത് മൂന്നിനും ചില സമാനതകളൊക്കെ ഉണ്ട്. കാരണം ഇത് ചില പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടതാണ്. ഇതേ തുടർന്നാണ് വെള്ളം പുഴയിലൊക്കെ കൂടുകയും മറ്റ് സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തത്. അപ്പൊ ഇന്നും കോഴിക്കോട്, മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും വെള്ളം കയറിയത് ഇത്രയും ഉരുൾപൊട്ടലിന്റെ ഒരു പരിണിതഫലമാണ്. കാരണം അത്രത്തോളം മഴ ഒരു 2 ദിവസം കൊണ്ട് പെയ്തിട്ടില്ല. പക്ഷെ അതിലും കൂടുതൽ മഴ പെയ്തിരുന്നു കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസം മുമ്പ് ഉണ്ടായിരുന്ന ആ മഴ. ഇതിലും കൂടുതൽ നമുക്ക് അളവ് നോക്കിക്കഴിഞ്ഞാൽ പെയ്തിരുന്നു. പക്ഷെ അന്ന് എവിടെയും വെള്ളം കയറിയിട്ടില്ല. ഇത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് നദികളിൽ കരകവിയുകയും അതേപോലെ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പൊ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഇങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു പാറ്റേൺ എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ നേരിടേണ്ടത് ഏത് രീതിയിൽ എന്നുള്ളതാണ് ഇനി ചർച്ച ചെയ്യേണ്ട വിഷയം. റൈറ്റ്. ശ്രീധർ രാധാകൃഷ്ണൻ, ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെ, അത് ഞാൻ എപ്പോഴും ഒരു സംശയത്തോടുകൂടിയാണ് പറയുന്നത്. ഇതിപ്പോൾ സംസാരിക്കാൻ പറ്റുന്നൊരു സമയമാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ ഒരുമിച്ചൊന്നായിട്ടൊരു ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന വേളയിൽ നമ്മൾ പഴയ കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഉചിതമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വളരെ ലൗഡായിട്ട് ഉയർന്നു കേൾക്കുന്നൊരു സാഹചര്യമാണ്. പക്ഷേ എങ്കിലും 2018 പ്രളയവും അതുണ്ടാക്കിയ കലാമിറ്റീസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്താനുള്ള മാപ്പിങ്ങിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ആ മാപ്പിംഗ് നടത്തിയിരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്രദേശം, അതിന് തൊട്ട് താഴെയുള്ള പ്രദേശം, അതിന് തൊട്ട് താഴെയുള്ള പ്രദേശം എന്നുള്ള വിധത്തിൽ അടയാളപ്പെടുത്തിയിരുന്നു. എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് ഏത് വിധത്തിലാണ് അവിടെ നിന്ന് ആളുകളെ മാറ്റേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഇതൊക്കെ പേപ്പറുകളിൽ നിൽക്കുകയും താഴെ തലങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ നടപ്പാക്കൽ ഘട്ടങ്ങളിലേക്കോ ഒന്നും പോകാതിരിക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ബാക്കി കൂടിയാണോ നമ്മൾ ഈ ചുരൽമലയിൽ നിന്നൊക്കെ കേൾക്കേണ്ടി വരുന്ന ഈ ദുരന്ത വാർത്തകളുടെ കാര്യം? ഇത് ഞാനൊരു ലളിതമായി, ഞാൻ ഒരു സാധാരണക്കാരനാണ്, ഇതുപോലൊരു മലയോര മേഖലയിൽ താമസിക്കുന്ന ഒരാളാണ്. എനിക്കറിയാം, ഞാനിപ്പോ ദുരന്തങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ കാണുന്നത് കൊണ്ട് എന്റെ ഞാൻ താമസിക്കുന്ന മലയുടെ മുകളിൽ ഇതേപോലെ ഇതൊക്കെ സംഭവിക്കാം എന്ന് എനിക്കൊരു ചെറിയ ബോധ്യമെങ്കിലും ഉണ്ട്.
അതില്ലാത്തവരൊക്കെ കുറവായിരിക്കും. അങ്ങനെ ഒട്ടും സംഭവിക്കില്ല എന്നുള്ള എല്ലാവർക്കും ആ റിസ്ക് ഒക്കെ അറിയാം. ഇപ്പോ ഈ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്ട് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. കാട്ടിനകത്ത് താമസിക്കുമ്പോൾ മൃഗങ്ങൾക്ക് ആക്രമണം ഉണ്ടാവാം എന്നുള്ളൊരു ഒരു ഭീതി ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ അത്യാവശ്യത്തിന് ഇതൊക്കെ അറിയാം. അപ്പോ ഒരു സർക്കാർ ഒരു സംവിധാനം എന്താണ് വേണ്ടത്? ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം നമ്മൾ പറയുമ്പോൾ ഇപ്പോ ഇത് ഈ പറഞ്ഞ നേരത്തെ ജംഷിദും പറഞ്ഞ പോലെ ഒരു അസസ്മെന്റ് നമ്മൾ നടത്തി. റിസ്ക് അസസ്മെന്റ് മാത്രമല്ല, നമ്മൾ ഒരു സംവിധാനം മുഴുവൻ സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ ഏർലി വാർണിംഗ് ഇപ്പോ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സെൽഫോണിലൂടെ സെൽഫോൺ ഓഫ് ചെയ്തിട്ടാൽ പോലും ഓട്ടോമാറ്റിക്കലി ഈ വാർണിംഗ്സ് കൊടുക്കുന്ന തരത്തിലുള്ള എർത്ത് വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഡിസാസ്റ്റർ വരുമ്പോഴോ വാർണിംഗ് കൊടുക്കുന്ന തരത്തിലുള്ള സംവിധാനത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് പെട്ടെന്നൊരു വാർണിംഗ് നമ്മൾ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, മെസ്സേജ് വഴിയോ അല്ലാതെയോ അല്ലെങ്കിൽ പ്രാദേശികമായ സംവിധാനങ്ങൾ വഴിയോ ഒരു വാർണിംഗ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇന്ന് രാത്രി ഇത്രയും മഴ പെയ്തു, ഇത്രയുമാണ് സാച്ചുറേറ്റ് ചെയ്ത് കിടക്കുന്നത്, നിങ്ങൾ അടിയന്തരമായി ഒഴിഞ്ഞു പോകണം എന്ന് പറയുകയാണെങ്കിൽ കുറെ പേരെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പോയി ഒഴിപ്പിച്ചെടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറണം എന്നില്ല, അത് കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ടാവും. അവരെയൊക്കെ ഒന്ന് പറഞ്ഞ് ബോധവൽക്കരിച്ചൊക്കെ കൊണ്ടുവരേണ്ടി വരും. 1-2 തവണ കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് മനസ്സിലാവും അങ്ങനെ ഒരു അവസ്ഥയാണ് മാറണം എന്നുള്ളത്. പക്ഷെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ അവിടെ ഈ മലയോര പ്രദേശത്തായതുകൊണ്ട് അവർക്ക് ഒന്നീ നടന്ന്, അല്ലെങ്കിൽ അവർക്ക് വണ്ടികൾ ഉണ്ടാവാം, ഒരു ജീപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ നാല് പേർ ചേർന്നിട്ട് ഒരുമിച്ച് വരാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാവാം. എന്തെങ്കിലുമൊക്കെ ഒരു രീതി കേരളത്തിലുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ അവര് അങ്ങ് വരും. അപ്പൊ വരുമ്പോ ഇവിടെ ഒരു മുന്നൊരുക്കങ്ങൾ വേണം. ഇവിടെ ഈ താഴെയുള്ള പ്രദേശങ്ങളിൽ, ഈ ബാധിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ, സുരക്ഷിതമായ പ്രദേശങ്ങളിൽ താമസിപ്പിക്കാനുള്ള താൽക്കാലിക അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കണം എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രധാന പണി. ഇവർ വരിക എന്നുള്ളത്, കുറെ പേര് വരും, ബാക്കിയുള്ളവർ കൊണ്ടുവരിക എന്നുള്ളത്. ഈ സംവിധാനം എവിടെയാണ് കേരളത്തിൽ ആക്ച്വലി ട്രയലെങ്കിലും ചെയ്തിട്ടുള്ളത്? ഒരു മോക്ക് ഡ്രില്ലെങ്കിലും ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്നും അത് അങ്ങനെ ഒരു അനൗൺസ്മെന്റ് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വേണം പെരുമാറാനെന്നുള്ളത് ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത്? 5 വർഷമായില്ലേ? 2019 നമ്മൾ കവളപ്പാറയിലും പുത്തുമലയിലും കണ്ടു കഴിയുമ്പോൾ പിന്നെ 5 വർഷമായില്ലേ? ഈ 8-ാം തീയതി അതിന്റെ 5ാം വാർഷികവും കൂടിയാണ്. 8-ാം തീയതി 5ാം വാർഷികവും കൂടെയാണ്. ഇതേ കാലയളവിലാണ് സംഭവിച്ചത്, ഇതേ പീരീഡാണ്. അപ്പോ ഇതൊരു അനാസ്ഥയല്ലേ? ഇതൊരു ഫെയിലിയർ അല്ലേ സിസ്റ്റത്തിന്റെ? ഇങ്ങനെ താമസിക്കുന്നവർ പാവപ്പെട്ടവരായതുകൊണ്ടോ അല്ലെങ്കിൽ വിലയില്ലാത്തവരായതുകൊണ്ടാണ് കാടിന്റെ അടുത്തും മലയുടെ മുകളിലും ഒക്കെ താമസിക്കുന്നത്. റിസ്ക് എടുക്കാൻ പറ്റാത്ത നല്ല കാശുള്ളവർ അതല്ലാതെ സ്ഥലങ്ങളിലൊക്കെ മാറിപ്പോയിട്ടുണ്ടാവാം. ഇത് നോൺ ഡിസ്ക്രിപ്റ്റ് ആയിട്ടുള്ള കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരാണ്. ഒരു സംവിധാനം അത്തരത്തില് മനുഷ്യർക്ക് വില കൊടുക്കുന്നില്ലെങ്കിൽ ഇവിടെ അത് ഞാൻ കാണുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കളക്റ്റീവ് അപ്പാത്തി ടുവേർഡ്സ് സച്ച് പീപ്പിൾ ആൻഡ് ഒരു എന്താണ് ഒരു അലക്ഷ്യമായിട്ട് തന്നെയാണ് വേണമെങ്കിൽ പറയാം ഈ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെ അല്ലെങ്കിൽ ഈ ദുരന്തം ഇങ്ങനെ ആയിരിക്കില്ല. മഴ പെയ്യും, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും. ഇതിന് പിന്നെ നമ്മൾ പറയുന്നത് പോലെ തന്നെ എല്ലാ ലാൻഡ് സ്ലൈഡും മഴ പെയ്യലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ദുരന്തങ്ങളും നമ്മൾ വികസനം കൊണ്ടുവന്നത് കൊണ്ട് അല്ലെങ്കിൽ അവിടെ ഒരുപാട് പേരുടെ ഹ്യൂമൻ ആക്ടിവിറ്റി കൊണ്ട് എല്ലായിടത്തും അങ്ങനെ പറയാൻ പറ്റില്ല. പഠിച്ചു കഴിയുമ്പോൾ അതൊക്കെ പറയാൻ പറ്റും. നമ്മൾ കവളപ്പാറയിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ആ മുത്തപ്പൻ കുന്നിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വാറിയുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതിൽ അങ്ങനെ ഒന്നുമില്ല, അങ്ങനത്തെ സ്ഥലമായി അല്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ എന്താണ് ഇമ്പാക്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാൻ പാടില്ലാത്ത ഒരുപാട് ടൂറിസം റിസോർട്ട്സ് ഉണ്ട്, ഒരുപാട് ടൂറിസ്റ്റ് ഹോം സ്റ്റേസ് ഉണ്ട്. അപ്പൊ അവിടെ ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കും. ഈ മഴക്കാലത്ത് അങ്ങനെ വന്ന് താമസിക്കാൻ പാടില്ല എന്നുള്ളൊരു വാർണിംഗ് സിസ്റ്റം വേണ്ടേ? പഞ്ചായത്തുകൾ അത് അറിയണ്ടേ? ഇല്ലീഗലായിട്ട് പല ടൂറിസ്റ്റ് റിസോർട്ട്സും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ താഴെ എവിടെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് റിസോർട്ടായിട്ടുള്ള ബോച്ചേര ടൂറിസ്റ്റ് റിസോർട്ട് വരാൻ പോകുന്നത്? ഒന്നും വേണ്ട. ഏറ്റവും വേസ്റ്റ് കേസ് പറയുക, ഈ അടുത്ത കാലത്ത് അപ്രൂവ് ചെയ്ത പരിസ്ഥിതി സമിതിയുടെ അപ്രൂവൽ വരെ കിട്ടി, അപ്രൂവ് ചെയ്ത് നടപ്പാക്കാൻ തുടങ്ങിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന പദ്ധതിയാണ് ആ 900 കണ്ടിയിൽ നിന്ന് നമ്മള് സ്വർഗമലയിലേക്ക് സ്വർഗം കുന്നിലേക്ക് ഉള്ള 6.9 കിലോമീറ്റർ നീളം വരുന്ന ടണൽ റോഡ് എന്ന് പറയുന്ന
4 വരി ടണൽ റോഡ്. ഈ മല തന്നെ തുരന്ന്, അതായത് ഈ പോത്തുമലയ്ക്ക് മലയെന്ന് ഒരു 2 കിലോമീറ്റർ വരില്ലേ, മറ്റേ നമ്മുടെ ഇപ്പൊ നടന്ന മുണ്ടക്കൈ നിന്നാണെങ്കിൽ ഒരു 4.5 കിലോമീറ്റർ താഴെ വരുള്ളൂ. ഈ പറഞ്ഞ മല തുരന്നുള്ള ടണൽ ഉണ്ടാക്കാൻ പോകുന്നു. ഇത്രയും ഫ്രജൈൽ ആയിട്ടുള്ള, ഇത്രയും ഡിസാസ്റ്റേഴ്സ് കാണുന്ന ഒരു സ്ഥലത്ത് ഇതെങ്ങനെയാണ് ചെയ്യാനായിട്ട് ചിന്തിക്കുക? എങ്ങനെയാണ് ഇത് ചെയ്യാനായിട്ട് ചിന്തിക്കുന്നത്? അപ്പോ ടോപ്പ് തൊട്ട് ഞാനത് സ്പെസിഫിക്കലി പറയാം. അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിലെ മുഖ്യമന്ത്രി തൊട്ട്, ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്ന മന്ത്രിമാർ തൊട്ട്, ബ്യൂറോക്രസി തൊട്ട് താഴോട്ടുള്ള ആർക്കും ഇക്കോളജിക്കലി അവര് ലിറ്ററേറ്റ് അല്ലെങ്കിൽ, സെൻസിറ്റീവ് അല്ലെങ്കിൽ, ലിറ്ററേറ്റ് അല്ലെങ്കിൽ, ഹൈഡ്രോളജിയെ കുറിച്ചുള്ള വിവരം അല്പമെങ്കിലും അവർക്കില്ലെങ്കിൽ, ഒരു ടോപ്പോഗ്രാഫി എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ കേരളത്തിലെ മനുഷ്യർ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ അനുഭവിച്ച് മരിക്കുന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് കുറെ ആൾക്കാർ, ഇപ്പൊ ഒരു ജംഷദോ അല്ലെങ്കിൽ നമ്മളെ പോലെ കുറെ ആൾക്കാരോ അല്ലെങ്കിൽ ഹ്യൂം സെന്ററോ ഇങ്ങനെ കുറെ ആൾക്കാർ അല്ലെങ്കിൽ താങ്കളോ ഇതിനെക്കുറിച്ച് സെൻസിറ്റീവ് ആയിട്ട് നിന്നാൽ മാത്രം പോരാ. നമ്മളെ ഭരിക്കുന്ന എല്ലാവരും കേരളത്തിനെ ഭരിക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, കേരളത്തിനെ ഭരിക്കണം എന്നുണ്ടെങ്കിൽ, കേരളത്തിൽ ഒരു ഇത്തരത്തിലെ ഭരണം നടത്തണമെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ സെൻസിറ്റീവ് അല്ലാത്ത, പരിസ്ഥിതിയെ കുറിച്ച് സെൻസിറ്റീവ് അല്ലാത്ത, ഇക്കോളജിയെ കുറിച്ച് ഒരു ലിറ്ററേറ്റ് അല്ലാത്ത, ഹൈഡ്രോളജിക്കൽ ഫ്ലോസിനെ കുറിച്ച് ബോധമില്ലാത്ത, ടോപ്പോഗ്രാഫിയെ കുറിച്ചൊക്കെ കാര്യമായിട്ട് അല്പമെങ്കിലും കുറച്ച് മനസ്സിലാക്കാൻ പറ്റാത്തവർ ഭരിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ദുരന്തം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ അനന്തരഫലമാണ് നമ്മൾ ഇതെല്ലാം കാണുന്നത്.